0.01 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ 0.000001 കിട്ടും? എടാ അപ്പോൾ ഇവിടെ 0.01 ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 0.0001 കിട്ടും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ കണ്ടുപിടിക്കാനായിട്ട് ഈ ഗുണിച്ചിരിക്കുന്ന 0.01 സമത്തിനപ്പുറത്തുണ്ടായാൽ പോരെ. അപ്പോൾ 0.0001 ഓൾറെഡി അവിടെയുണ്ട്, ഡിവൈഡഡ് ബൈ 0.01. എടാ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇത് നോക്കിയേ, ഇത് ദശാംശ സംഖ്യകളല്ലേ, ഇതിനെ നമ്മൾ പൂർണ്ണസംഖ്യയാക്കണം. പൂർണ്ണസംഖ്യയാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഇവിടെ നോക്കിയേ, നമ്മൾ നോക്കണം അംശത്തിലാണോ ഛേദത്തിലാണോ പോയിന്റ് കൂടുതലെന്ന് നോക്കിയേ. പോയിന്റിന് ശേഷം എത്ര സംഖ്യകളുണ്ടെന്ന് നോക്കിയേ. ഇവിടെ പോയിന്റിന് ശേഷം 1 2 3 4 5, ഛേദത്തിൽ പോയിന്റിന് ശേഷം 2 സംഖ്യകളേ ഉള്ളൂ. അപ്പോൾ അംശത്തിലാണ് പോയിന്റിന് ശേഷം സംഖ്യകൾ കൂടുതൽ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അംശത്തിൽ പോയിന്റിന് ശേഷം എത്ര സംഖ്യകളുണ്ടോ അത്രയും പൂജ്യമുള്ള സംഖ്യ കൊണ്ട് നമ്മൾ അംശത്തിനെയും ഛേദത്തിനെയും അങ്ങ് ഗുണിക്കുക. ഓക്കെ അല്ലേ? പോയിന്റിന് ശേഷം എത്ര സംഖ്യകളുണ്ടോ അത്രയും പൂജ്യമുള്ള സംഖ്യ കൊണ്ട് നമ്മൾ അംശവും ഛേദവും ഗുണിക്കുക. ഇവിടെ പോയിന്റിന് ശേഷം 1 2 3 4 5 സംഖ്യയില്ലേ? അപ്പോൾ 5 പൂജ്യമുള്ള സംഖ്യ ഏതാണ്? 1,00,000 അല്ലേ? അത് വെച്ച് നമ്മൾ അംശവും ഛേദവും ഗുണിക്കുന്നു. ഗുണം 1 2 3 4 5. അതുപോലെ ഛേദത്തിലും 1 2 3 4 5 ഈക്വൽ ടു, എടാ ഇതേ ഗുണം ഇത് ചെയ്യുമ്പോൾ എന്താവും? ഈ പോയിന്റിലെല്ലാം മാറി ഒന്നാവത്തില്ലേ? ഡിവൈഡഡ് ബൈ, ഇവിടെ പോയിന്റ് ശേഷം 2 സ്ഥാനമുണ്ട്, അതായത് ഇതിൽ നിന്ന് 2 പൂജ്യം അങ്ങ് പോകും, ബാക്കി എത്രയുണ്ട്? 1000 അല്ലേ? അപ്പോൾ 1/1000. എടാ 1/1000 എന്ന് പറഞ്ഞാൽ 3 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുത്താൽ പോരെടാ. 0.001 നമ്മുടെ ഉത്തരം, ഓപ്ഷൻ സി.